സുഹൃത്തുക്കളൊരു 3 ആഴ്ച മുമ്പേ നമ്മൾ ഗോൾഡൻ ബെറി നിലത്ത് നടുന്നത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു മാസത്തോളമായി എന്ന് തോന്നുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഗോൾഡൻ ബെറി നിങ്ങൾ വിത്ത് മേടിക്കുമ്പോൾ വിത്തായിട്ടല്ല, ഈ പഴമായിട്ട് ഒരു 5 പഴമൊക്കെ 100 രൂപയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഗോൾഡൻ ബെറിന്ന് ചിലപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പഴങ്ങൾ കൊടുക്കുന്നവരുണ്ടാവും. പിന്നെ അങ്ങനെ പഴങ്ങൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ പഴങ്ങൾ ഒരു ഞെരിച്ചുടച്ചിട്ട് വെള്ളത്തിലൊന്ന് കഴുകി അരിപ്പയിൽ അരിച്ചെടുത്ത് വിത്തുകൾ എടുക്കുക. എന്നിട്ട് വിത്തുകൾ സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാ വിത്തും ഒരുമിച്ച് നടാതിരിക്കുക. ഒരു പ്രോട്രെ, അതായത് ഒരു കപ്പിൻ്റെ അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു പ്രോട്രെ വലുതുണ്ട്. ആ പ്രോട്രയിൽ പിന്നെ ഒരാളോട് പറഞ്ഞ് ഏറ്റവും നല്ലത് നമ്മുടെ ഈ മണ്ണിര കമ്പോസ്റ്റിൽ നടുന്നതാണെന്നാണ് പറഞ്ഞത്. ഒരിക്കലും ചകിരിച്ചോറിൽ നടാതിരിക്കുക. കാരണം അത് പെട്ടെന്ന് ചകിരിച്ചോറിൽ വെള്ളം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തൈകളൊക്കെയും ചീഞ്ഞു പോവും. അപ്പോൾ ചകിരിച്ചോറ് നടാതിരിക്കുക. സാധാരണ മണ്ണിൽ തന്നെ നടുക. പിന്നെ എല്ലാ വിത്തുകളും ഒരുമിച്ച് നടാതിരിക്കുക. കാരണം ഒരു വിത്ത് നമുക്ക് ഒരു ബാച്ച് വിത്ത് നമ്മൾ നട്ടിട്ട് അതെങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബാച്ച് വീണ്ടും ശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുവിരൽ വലിപ്പം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വലിയ ചട്ടിയിലേക്ക് അത് പറിച്ച് നടുക എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ചട്ടിയിലേക്ക് പറിച്ച് നടുമ്പോൾ ഉമിയില്ലേ, അതായത് പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ചണ്ട് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ റൈസ് ഹസ്ക് ഉമി, അത് മേടിക്കാനും കിട്ടും. പാടടുത്തുള്ളവരുണ്ടെങ്കിൽ ആ ഉമി മണ്ണും മിക്സ് ചെയ്തിട്ട് നട്ടാൽ മതി. അങ്ങനെ നടുന്ന സമയത്ത് ഒരു 75% മണ്ണും ഒരു 25% ഉമി എന്നുള്ള കണക്കിൽ ചെയ്യണം. പിന്നെന്താ, അങ്ങനെ ആ വലിയ ചട്ടിയിലോ കവറിലോ നട്ടതിന് ശേഷം ഒരു 6 ഇഞ്ച് വലിപ്പം അല്ലെങ്കിൽ ഒക്കെ ആവുന്ന സമയത്ത് 6 ഇഞ്ച് വലിപ്പം ആവുന്ന സമയത്ത് നിങ്ങൾ മണ്ണിലേക്ക് നേരിട്ട് പറിച്ച് നടുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച വല്ലാണ്ട് കുറഞ്ഞു പോകും. നമുക്ക് പറ്റിയ തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്രയിൽ നിന്നിട്ട് പറിച്ച് നട്ടത് ചെറിയൊരു നമ്മളെ ചായ കുടിക്കുന്ന കപ്പിൻ്റെ അത്രയ്ക്ക് വലിപ്പമുള്ളതിലേക്ക് പറിച്ച് നട്ടു. അതിലും നിന്ന് വലുതായിട്ടാണ് നമ്മൾ വലിയൊരു 8 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് പറിച്ച് നട്ടത്. അപ്പോൾ അങ്ങനെ നട്ടപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ പോട്ടിലേക്ക് നട്ടപ്പോൾ മണൽ പൂഴി കൂടുതൽ, അതായത് ഒരു 60-70% പൂഴിയും ഒരു 30% മാത്രം മണ്ണുമുള്ള ഒരു പോട്ടി മിക്സറിലേക്ക് നട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോയി. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലത്താണ് ഉള്ളത്. അപ്പോൾ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് നല്ല ഒരു ഡ്രൈനേജ് ഉള്ള ആ പോട്ടി മിക്സിലാണ് നട്ടത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ വരുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് പോയിട്ട് ആ പൂഴി ചൂടായിട്ട് ഇതിൻ്റെ അടിഭാഗത്തെ ഇലകളൊക്കെ അങ്ങനെ വാടിപ്പോവുക. പിന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും റെഡിയാവുമെങ്കിലും അടിഭാഗത്തെ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോയി. അങ്ങനെ കണ്ടപ്പോഴാണ് എന്തായാലും പോണെങ്കിൽ പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ 4 എണ്ണം പറിച്ച് നട്ടത്. 4 എണ്ണം അവിടെ പറിച്ച് നട്ടിട്ട് നന്നായിട്ട് 2 എണ്ണം എന്തായാലും ചീഞ്ഞു പോയി. ബാക്കി 2 ഇവിടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നമ്മൾ മറ്റേ മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ചാണകം ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, അടിയിൽ നിന്ന് തന്നെ ചെനപ്പുകളും കൂടുതൽ വരുന്നുണ്ട്. കണ്ടോ, ചെനപ്പുകൾ വരുന്നുണ്ട്. ഇത് കണ്ടോ, ചെനപ്പുകൾ വരുന്നുണ്ട്. പിന്നെ പൂമൊട്ട് കണ്ടോ, ഇത് പൂമൊട്ടാണ്. ഇത് പൂമൊട്ടാണ്. അത് കഴിഞ്ഞിട്ട് പൂവുണ്ട് കേട്ടോ, പൂവും കൂടെ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂവ് കൂമ്പിപ്പോയി. എന്തായാലും ഇത് കണ്ടോ, പൂവ് കണ്ടോ, അത് കൂമ്പിപ്പോയി, അതുണ്ടായത്. ശരിക്കും പൂ വിരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് പുതിയ മുട്ടുകൾ വിരിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാം. ഇത് ശരിക്കൊരു 4 മാസം കൊണ്ട് കായ തരേണ്ടതായിരുന്നു, 3-4 മാസം കൊണ്ട്. പക്ഷേ നമ്മുടെ ചില ശ്രദ്ധ കുറവുകൾ കൊണ്ടും മണ്ണിലേക്ക് ഇറക്കി നടാൻ നമ്മൾ വൈകിയത് കൊണ്ടും ഇതിപ്പോൾ മെയ് പകുതിയിൽ നട്ടത്
ഇതിപ്പോൾ അതെ നവംബർ പകുതിയിലാണ് മുട്ടൊക്കെ ഇട്ടത്. ഇതേ കണ്ട ഇവിടെയൊക്കെ മുട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കായ് ആയിക്കഴിഞ്ഞാൽ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. പിന്നെ നിങ്ങൾ പറിച്ച് നടുന്ന സമയത്ത് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല രീതിയിൽ കപ്പയ്ക്കൊക്കെ തടം കൂട്ടുന്ന പോലെ തടം എടുത്തിട്ട് വേണം, നല്ല രീതിയിൽ തടം എടുത്തിട്ട് വെള്ളം ഡ്രെയിനേജ് നോക്കിയിട്ട് വേണം നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കായ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഗോൾഡൻ ബെറിക്ക് വേറെ ഒരു അപ്ഡേറ്റ് മറ്റേ പ്ലേലിസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ വീഡിയോയും നമ്മൾ ആ പ്ലേലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പം ഈ പകുതിയിൽ നടുന്നത് മുതലുള്ള എല്ലാ വീഡിയോകളും അതിലുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. പിന്നെ എന്തായാലും ഇവിടെ ഇതുമ്മ കായൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് നമ്മൾ കൊടുക്കും. പിന്നെ പക്ക ഓണസ്റ്റ് ടേസ്റ്റ് റിവ്യൂ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്താൽ മതി, കൂടുതൽ ഇത് ചെയ്യാം. പിന്നെ നാടൻ നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയനല്ല ഇതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നാടൻ എങ്ങനെയൊക്കെ തിരിച്ചറിയുക, ഈ ടേസ്റ്റും വലിപ്പം കൂടുതലുള്ള ഗോൾഡൻ ബെറി എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-35 വിത്ത് നമ്മൾ വാങ്ങിയിട്ട് ഒരു 10-24 നട്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. പിന്നെ 4 അങ്ങോട്ട് മാറ്റി വെച്ച 35 വിത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. 2 കേട്ടോ അവസാനം ഈ ഒരു ലെവലിലേക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റുകളായിട്ട് പിന്നെ വരാം. ഈ ഗോൾഡൻ ബെറിയുടെ 6 മാസത്തെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു 4 മാസം കൈ പറിക്കാൻ പറ്റിയാണ്. വീഡിയോ ഇവിടെ നിർത്താണ്. എന്തായാലും 2 പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ 5-6 മുട്ടുകളുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് തരാം.